ഹായ് ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻറ്റ്. കാരണം സ്റ്റുഡൻ്റ് എന്ന് തന്നെ വിളിക്കാം, കാരണം ഒരാൾ മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുള്ള ആളോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ, നമ്മുടെ സ്ലൈഡിൻ്റെ ഫസ്റ്റ് ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? സ്ക്രീനും പിന്നെ ഞാൻ സംസാരിക്കുന്നതും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? രണ്ടും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? ചാറ്റിലൂടെ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഓഡിയോയും എൻ്റെ ഫേസും നമ്മുടെ സ്ക്രീനും മൂന്നും ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് എസ് ഓർ നോ ഒന്ന് റിപ്ലൈ ചെയ്യുമോ? ഒന്ന് റിപ്ലൈ ചെയ്യോ? Okay, no reply. Let me check. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലേ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? കാണാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും കുറച്ച് പേര് ഐ എം ഹാപ്പി. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികളെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷമായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം? നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് സെമസ്റ്ററിലെ സ്റ്റുഡൻസ് ആണെന്ന്, BSc നഴ്സിംഗിന് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ, റിപ്ലൈ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളെല്ലാവരും ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണോ? എല്ലാവരും ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളല്ലേ? കാരണം ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി അബൌട്ട് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ എക്സാമിനെ കുറിച്ചുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കോളേജസിൽ ചേർന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നറിയാം. എന്തോ എക്സാം ഒക്കെ ചിലപ്പോൾ മാർച്ച് ഏപ്രിൽ ആ ഒരു അതിന് ശേഷം ഓരോ കോളേജ് ഐ ഡിഡ്ന്റ് സ്റ്റഡി എനിത്തിങ് ടിൽ. ഓക്കെ, സാരമില്ല, നമുക്ക് പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട്, ആവശ്യം പോലെ സമയമുണ്ട്, നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ നഴ്സിംഗ് ആസ്പിരൻസ് എന്ന ചാനലിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലും ലേൺ നഴ്സിംഗിൻ്റെ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒരു അവെയർനെസ്സും ആണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തൊക്കെ സപ്പോർട്ട് തരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് BSc നഴ്സിംഗ് എന്നും എത്ര നാളത്തേതാണെന്ന് നിങ്ങൾക്കറിയാം. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാച്ചിലർ സയൻസ് ഓഫ് നഴ്സിംഗ് ആണ്. ഇറ്റ്സ് എ ഡിഗ്രി കോഴ്സ്. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ GNO ഉണ്ട്, BSc ഉണ്ട്, MSc ഉണ്ട്, അങ്ങനെ PhD ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ബേസിക് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് ഓഫ് നഴ്സിംഗ് ആണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിന് വന്നിട്ടുള്ളവരിൽ കേരള യൂണിവേഴ്സിറ്റിക്കാർ കാണും, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർ കാണും, NTR യൂണിവേഴ്സിറ്റി കാണും, MGR യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റിയിലുള്ള മലയാളികളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അയക്കേണ്ട. ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയട്ടെ. നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുക. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടുമുള്ള ഡൗട്ട്സുകൾ അത് കഴിഞ്ഞ് ചോദിക്കാം. കാരണം നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ഇപ്പോഴും മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ട്യൂട്ടർ ആകാൻ വേണ്ടി, ഒരു നഴ്സിംഗ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് കോഴ്സിന് ചേർന്നത്. ആരും കുറേ പേര് ചിലപ്പോൾ നിർബന്ധിച്ച് ചേർന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് നോക്കിയിട്ട് നിങ്ങൾ കയറിയതായിരിക്കും. എന്ത് തന്നെയായാലും ഇനി നമ്മളൊരു നേഴ്സാണ്, ഇനി ഒരു നേഴ്സാകാൻ പോകുന്നവരാണ്. അപ്പോൾ ഈ ഒരു 4 വർഷം, നമ്മുടെ ഈ ഒരു 4 വർഷം നിങ്ങൾക്കറിയാം, ഇപ്പോൾ പണ്ടത്തെ പോലെ ഇയർ എക്സാം അല്ല, നമ്മുടെ 4 ഇയറിൻ്റെ എക്സാം അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് 8 സെമസ്റ്റർ ആയിട്ടാണ് എക്സാം അല്ലേ? 7 സെമസ്റ്ററും പിന്നെ 8ാമത്തെ സെമസ്റ്റർ എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പുമാണ്. അങ്ങനെ 8 സെമസ്റ്ററാണ് നമ്മുടെ BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് സബ്ജക്ട്സിൻ്റെ എക്സാം ഉണ്ടാകും. അടുത്ത 6 മാസം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് സബ്ജക്ട്സിൻ്റെ എക്സാം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ, എപ്പോൾ പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം അടുത്ത സ്ലൈഡിലോട്ട് പോകാം.
ഞാൻ ഇന്ന് പറയാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ലിസ്റ്റിംഗ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യത്തെ കണ്ടന്റ്, ആദ്യം നിങ്ങൾ അറിയേണ്ടത് അവയർനെസ് ഓൺ സിലബസ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സിലബസ് ഉണ്ടോ? അതായത് മുമ്പ് നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസം. എല്ലാ ടോപ്പിക്സും സെയിം തന്നെയാണ്. നമ്മൾ അനാട്ടമി പഠിക്കുന്നത് തന്നെയാണ്, അവിടുത്തെ കുട്ടികൾ അനാട്ടമി പഠിക്കുന്നത്, എല്ലാവരും അനാട്ടമി പഠിക്കുന്ന ഒരേ കണ്ടന്റ് തന്നെയാണ്. സ്റ്റിൽ എന്നാൽ എൻ്റെ ഒരു ഓർഗനൈസ്ഡ്, അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഇത് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഓൾ ഇന്ത്യയിലുള്ള ഏത് കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളായാലും നിങ്ങൾ പഠിക്കുന്നത് ഒരേ സിലബസാണ്. INC അംഗീകരിച്ചിട്ടുള്ള ഒരേ സിലബസാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം റിയലി നിങ്ങൾ ഈ ഒരു BSc നഴ്സിംഗ് ഫസ്റ്റ് സെം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചൊരു ധാരണ വേണം. എന്താണ് ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ പോട്ടെ ഈ ആദ്യത്തെ 6 മാസം അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് പഠിക്കാനുള്ളത്, ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനൊരു അവയർനെസ് വേണം. അത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന കാര്യമാണ് കേട്ടോ. ചോദിക്കാം. ഇവിടെ നോക്കുക, ഇത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് എടുത്തിരിക്കുന്നത്. സെയിം സിലബസ് തന്നെയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും മറ്റേത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. സെമസ്റ്റർ എക്സാമിന് ഫോളോ ചെയ്യുന്നത് സെയിം സിലബസ്. ഞാൻ എല്ലാ സിലബസുകളും കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സിലബസ് ഫുള്ളായിട്ട് നിങ്ങൾ ഈ പേപ്പറും വിഷനും ഇതൊന്നും നിങ്ങൾ സെറോക്സ് ഒന്നും എടുത്ത് വെക്കേണ്ട. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടോ അത്രയും സബ്ജക്ട്സിൻ്റെ സിലബസ് മാത്രം ഒരു പേപ്പർ പ്രിൻ്റ് ഔട്ട്, മീൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാകും, ഫോണിലുണ്ടാകും, മീൻസ് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടാകും, ഫോണിലുണ്ടാകും, ബുക്കിൽ എഴുതി വെച്ചതുണ്ടാകും. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് BSc നഴ്സിംഗിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെം ഉണ്ട്, സെക്കൻഡ് സെം ഉണ്ട്, തേർഡ് സെം ഉണ്ട്, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം, സിക്സ്ത് സെം, സെവൻത് സെം, എയ്ത്ത് സെം എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ 7 സെം ആണ് നമുക്ക് എക്സാംസ് വരുന്നത്. ഇനി ഫസ്റ്റ് സെമ്മിനെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഒരു വലിയൊരു എക്സ്റ്റേണൽ സബ്ജക്റ്റ് അല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം വരാറില്ല, നമ്മൾ ഇന്റേണൽ എക്സാംസ് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾ കോളേജിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് മാത്രം നിങ്ങൾ കുറച്ച് വായിച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും ചെറുതായിട്ടൊന്ന് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ അറിയാമെങ്കിൽ അത് തന്നെ ധാരാളം. ഇനി നമുക്ക് എക്സാമിന് ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് അനാട്ടമി, രണ്ടാമത്തെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി. അതിൻ്റെ ബോഡിയുടെ ഓരോ സ്ട്രക്ചറിൻ്റെയും ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി. പിന്നെ നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി. പിന്നെയുള്ളത് സൈക്കോളജി. ഈ 4 സബ്ജക്ട്സുമാണ് നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ എക്സാം ഉള്ളത്. ഏതൊക്കെയാണുള്ളത്? അനാട്ടമി, ഫിസിയോളജി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ദിവസത്തെ എക്സാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ A പാർട്ടും B പാർട്ടും ഉണ്ടാകും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിളൊക്കെ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി ക്ലാസ് ലെങ്തി ആയി പോകും. പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് കേട്ട് ഇരിക്കുക. സോ ഒന്ന് ക്ഷമയോടെ കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കണ്ടന്റ്സും മനസ്സിലാകും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, അനാട്ടമിയും ഫിസിയോളജിയും കൂടെ ഒരു പേപ്പറിൽ 75 മാർക്കിൻ്റെ എക്സാം. അതിൽ അനാട്ടമി സബ്ജക്റ്റ് 37 മാർക്കിനും 38 മാർക്കിനും ഫിസിയോളജിയുമാണ് എക്സാം നടത്തുന്നത്. ഒരു ദിവസത്തെ എക്സാം. അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ദിവസത്തെ എക്സാം സോഷ്യോളജിയും സൈക്കോളജിയും രണ്ടും കൂടെ ചേർത്ത് സെയിം തന്നെ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ A പാർട്ട് സോഷ്യോളജിയും B പാർട്ട് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് അതും ഇതുപോലെ 37 38 മാർക്കിന് വെച്ചിട്ട് 2 എക്സാം. ഈ 2 എക്സാമാണ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനുള്ളത്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാതെ തന്നെ നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ ഇവിടെ എക്സാം എഴുതത്തില്ല, നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കും. അനാട്ടമിക്കും ഫിസിയോളജിക്കും സോഷ്യോളജിക്കും സൈക്കോളജിക്കും ഒപ്പം തന്നെ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കും. പക്ഷേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിലാണ്. അതായത് സെക്കൻഡ് സെമ്മിൽ ബയോകെമിസ്ട്രി ന്യൂട്രീഷനും കൂടെ ചേർത്ത് ഒരു പേപ്പറും പിന്നെ അവിടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫസ്റ്റും സെക്കൻഡും കൂടി ചേർത്തിട്ട് സെക്കൻഡ് സെമസ്റ്ററിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം, ഫസ്റ്റ് സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്, എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ 2 പേപ്പറാണുള്ളത്. അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒരു പേപ്പറും സോഷ്യോളജി ആൻഡ് സൈക്കോളജി മറ്റൊരു പേപ്പറുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 സബ്ജക്റ്റ് നമുക്ക് മാക്സിമം എങ്ങനെ നന്നായിട്ട് പഠിക്കാം.
അതിനെക്കുറിച്ചൊക്കെ. ഇനി മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരും അടുത്ത സ്റ്റെപ്പിൽ. ആദ്യം നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാട്ടോ. നിങ്ങളുടെ കയ്യിൽ പ്രിന്റ്, നമ്മുടെ ഗ്രൂപ്പിൽ ഞാനിതൊന്ന് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ ഇതൊന്ന് ഓടിച്ച് കളയുകയാണ്. ഇംഗ്ലീഷിൻ്റെയൊക്കെ സിലബസ് ആണ്, അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ സിലബസ് നമുക്ക് ഇന്നിവിടെ സംസാരിക്കാനുള്ള അറിയേണ്ട കാര്യം, നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അനാട്ടമിയാണ്. 4 സബ്ജക്ട്സ് ഉണ്ട്, അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനാട്ടമിയാണ്. അത് നമുക്ക് നോക്കാം. അനാട്ടമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ട്രക്ചർ ഓഫ് ബോഡി ഓർഗൻസ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തെയും ഓരോ ഓർഗൻസിൻ്റെയും ഓർഗൻ സിസ്റ്റത്തിൻ്റെയും സ്ട്രക്ചർ പഠിക്കുക. അവിടെ അനാട്ടമിയുടെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെൻസിൽ വെച്ച് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം എത്ര നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ടുള്ള രീതിയിൽ പിക്ചർ ക്ലിയർ ആയിട്ട് വരച്ച് പാർട്സ് അടയാളപ്പെടുത്തിയിരിക്കണം. ഇറ്റ്സ് കമ്പൽസറി. അതായത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറ്റിയില്ല എങ്കിൽ വേണ്ട. ഇനി 5 മാർക്കും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് അവിടെ നീഡഡ് ആയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും നിങ്ങൾ വരച്ചില്ല എങ്കിൽ, ഒരു നന്നായി എത്ര തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടായാലും ആ പിക്ചർ വരച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡ്രോ ദ പിക്ചർ ഇൻ അനാട്ടമി ഇൻ ഓൾ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസിനും അതിലെല്ലാത്തിലും നമ്മൾ ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് വരയ്ക്കുക. ഒരുപാട് ഭംഗിയായിട്ട് നിങ്ങൾ ഭയങ്കര ആർട്ടിസ്റ്റ് ഒന്നും ആകണ്ട. പകരം എല്ലാ പിക്ചറും നിങ്ങൾ നാസൽ ക്യാവിറ്റി വരയ്ക്കും, നോസ് വരയ്ക്കുമ്പോൾ, ഫാരിങ്സ് വരയ്ക്കുമ്പോൾ എല്ലാം ഒരു ഔട്ട്ലൈനിലിട്ട് നിങ്ങൾക്കൊന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്വയം വരച്ച് നോക്കി തന്നെ പഠിക്കുക. അല്ലാതെ ബുക്കിനകത്തുള്ള പിക്ചർ ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ വരച്ച് നോക്കി പഠിച്ച് തന്നെ എക്സാമിന് പോകണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എക്സാം എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ അവസാനം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അടുത്ത സ്റ്റെപ്പിൽ. ഇനി നമ്മുടെ സിലബസ്, നമ്മുടെ അനാട്ടമിയിൽ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 10 വരെ 10 യൂണിറ്റുകളാണുള്ളത്. അനാട്ടമിയിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 10 യൂണിറ്റുകളാണുള്ളത്. ഈ 10 യൂണിറ്റ് ക്ലാസ് ഇടും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബാലൻസ് ക്ലാസ് ഇടും, അതൊന്നും ടെൻഷൻ ആകണ്ട. എല്ലാ പോർഷൻസും നമ്മുടെ ചാനലിൽ ഒരുവിധമുള്ള പോർഷൻസ് എല്ലാം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എടുക്കാത്ത പോർഷൻസ് എല്ലാം തുടർന്നുള്ള ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി എടുത്തിട്ടുള്ള പോർഷനും സെപ്പറേറ്റ് ആക്കി, അനാട്ടമി സെപ്പറേറ്റ്, ഫിസിയോളജി സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ സൈക്കോളജി കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജി ഒരുവിധം ആയിക്കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജിയിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് യൂണിറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഓർഡർ വൈസ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനാട്ടമിക്കൽ അനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ആൻറ്റീരിയർ പാർട്ട് എന്താണ്, പോസ്റ്റീരിയർ പാർട്ട് എന്താണ്, മീഡിയൽ പാർട്ട് എന്താണ്, പ്രോക്സിമൽ എന്താണ്, ഡിസ്റ്റൽ എന്താണ്, ഇതുപോലുള്ള പൊസിഷൻസ്. അതുപോലെ നമ്മുടെ അനാട്ടമിക്കൽ പ്ലെയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം MCQ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. പക്ഷേ ഇത് അതിന് മാത്രമല്ല, നമുക്ക് മറ്റ് യൂണിറ്റുകൾ പഠിക്കുമ്പോൾ അപ്പോൾ എന്താ പറയുക, ലങ്സ് ഈസ് സുപ്പീരിയർ ടു അല്ലെങ്കിൽ ഇൻഫീരിയർ ടു ദിസ് ഓർഗൻ, അല്ലെങ്കിൽ ലിവർ ഈസ് ഇൻഫീരിയർ ടു ഡയഫ്രം, അല്ലെ മീഡിയൽ ടു ദിസ് വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവണം. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ പൊസിഷൻസ് നിങ്ങൾ ആദ്യം പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ എങ്ങനെയാണ് അനാട്ടമി പഠിക്കേണ്ടത്? ആദ്യം നിങ്ങൾ ഈ പൊസിഷൻസും പ്ലെയിൻസും പിന്നെ മൂവ്മെൻറ്റ്സ്, നമ്മൾ ഫ്ലെക്ഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണെന്നുള്ള. ഇനി ഈ മൂവ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് നിങ്ങളിവിടെ പഠിച്ചില്ല എങ്കിലും അത് നിങ്ങൾ ഫണ്ടമെൻ്റൽസിൽ പഠിക്കും. ആ സമയത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ബാക്കിയുള്ള ഈ 2 മെയിൻ പോർഷൻസ്, പ്ലെയിൻസ് ആൻഡ് പൊസിഷൻസ്, അനാട്ടമിക്കൽ ടേംസ് ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങി വേണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റിന് പഠിക്കുന്ന ഒരു കാര്യമല്ല, പകരം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്കോടെ, അതായത് ജസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല, നല്ല മാർക്കോടെ നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം? അനാട്ടമി എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ഈ പോർഷൻസ്, ഈ ടെർമിനോളജീസ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത് പഠിക്കേണ്ടത് സെല്ല് പഠിക്കാനുണ്ട്, ടിഷ്യൂസ് അതെല്ലാം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സെല്ല് എന്താണ്, അതിനകത്തുള്ള സെൽ ഓർഗനൽസ് എന്താണ്, അതിൽ ഓരോ ഓർഗനൽസിൻ്റെയും ഫങ്ഷൻ എന്താണ്, ഇതെല്ലാം 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കും മുന്നേ ഞങ്ങൾക്ക് 10 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ മാക്സിമം പോയാൽ 5 മാർക്ക്, ഇല്ലെങ്കിൽ 2 മാർക്ക്. ഈ ഒരു പോർഷൻ എല്ലാ സെൽ ഓർഗനൽസിൻ്റെയും ഫംഗ്ഷൻ, അതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ വരച്ച് പഠിക്കുക. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, ലൈസോസൈം, പെറോക്സിസോം, സെൽ വാൾ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ പഠിക്കുന്ന സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു. ഓക്കെ, MGR യൂണിവേഴ്സിറ്റിക്കാർ ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്കും കാണാം. കാരണം നിങ്ങളും പഠിക്കുന്നത് നഴ്സിംഗ് തന്നെയല്ലേ. ഞാൻ പറയുന്നത് ഓൾ ഇന്ത്യ നഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ചാണ്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ ടിഷ്യൂസിൻ്റെ ഫങ്ഷനും സ്ട്രക്ചറും അനുസരിച്ച് അവയെ പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്ച്വലി ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾക്കത് 10 മാർക്കിന് വരുമോ എന്നറിയില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏത് പോർഷൻ വേണമെങ്കിലും 5 മാർക്കിന്, 2 മാർക്കിന്, 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഒരു ഇൻറ്റേർണൽ ഒരു ഓർഗൻ പറഞ്ഞിട്ട് അത് ഏത് തരം ടിഷ്യൂ ആണ് കാണുന്നത് എന്ന് ചോദിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ ടിഷ്യൂ എവിടെയൊക്കെ കാണുന്നു, സ്ട്രക്ചർ വരച്ച് അടയാളപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ പിന്നെ അടുത്ത് ആ ഒരു ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മസിൽസും കാർട്ടിലേജസും എല്ലാം പഠിക്കുന്നത്. അതുൾപ്പെടെ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടിഷ്യൂ വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത അനാട്ടമിയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻസ് എല്ലാം പല സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഓർഗൻസിൻ്റെ ഒരു കൂട്ടായ്മയെ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ റെസ്പിറേഷന് സഹായിക്കുന്ന സിസ്റ്റംസ് എല്ലാം, ഓർഗൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജഷന് സഹായിക്കുന്ന എല്ലാ ഓർഗൻസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ മസിൽസും സ്കെൽറ്റനും ജോയിൻസും കൂടെ ചേർത്തിട്ട് മസ്കുലോ സ്കെൽറ്റൻ സിസ്റ്റം, അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോൺസും ഗ്ലാൻഡ്സും കൂടെ ചേർത്തിട്ട് എൻഡോക്രൈൻ സിസ്റ്റം, കിഡ്നിയും യൂറിനും നമ്മുടെ യൂറിനറി ബ്ലാഡറും എല്ലാം കൂടി ചേർത്തിട്ട് റീനൽ സിസ്റ്റം, അല്ലെ? നെർവസ് ബ്രെയിനും സ്പൈനൽ കോഡും ചേർത്തിട്ട് സ്പൈനൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം. ഇങ്ങനെ ബാക്കി 8 ബോഡി സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ അനാട്ടമി എന്ന് പറയുമ്പോൾ ഈ 8 ബോഡി സിസ്റ്റത്തിനകത്തും ഓരോ സിസ്റ്റം എടുക്കുക, അതിന് ഓരോന്നിലും എത്ര ഓർഗൻ ഉണ്ട്, ആ ഓരോ ഓർഗൻ്റെയും സ്ട്രക്ചർ, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതെന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, അതിൻ്റെ ഓരോ പാർട്ടുകളുടെ പേരെന്താണ്, അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ, അതിന് ഏത് ബ്ലഡാണ്, ഏത് ആർട്ടറിയാണ് ബ്ലഡ് കൊടുക്കുന്നത്, അതിൽ നിന്നുള്ള വെയിൻ ഏതാണ്, അതിൽ നിന്നുള്ള ലിംഫ് സപ്ലൈ ഏതാണ്, അതിലോട്ട് പോകുന്ന നെർവ്സ് ഏതാണ്, ഇത്രയും പഠിക്കണം. ഈ 8 സിസ്റ്റത്തിൻ്റെയും ഓരോ ഓർഗൻസിനും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, സ്ട്രക്ചർ പഠിക്കണം, പാർട്സ് പഠിക്കണം, ലൊക്കേഷൻ പഠിക്കണം, പിന്നെ അതിൻ്റെ ജസ്റ്റ് ബ്ലഡ് സപ്ലൈ, ആർട്ടീരിയൽ സപ്ലൈ, വെയിൻ സപ്ലൈ, നെർവ് സപ്ലൈ, ലിംഫാറ്റിക് സപ്ലൈ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് യൂണിറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് യൂണിറ്റ് റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, തേർഡ് യൂണിറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾമോസ്റ്റ് പകുതിയായി വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് കൂടെ ഉടനെ തന്നെ എടുത്തു തരുന്നതാണ്. ഓൾറെഡി നോട്ട് റെഡിയാണ്. സൈക്കോളജി ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞ് സൈക്കോളജിയിലോട്ട് പോയത് കൊണ്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ക്ലാസ്സുകൾ ഡിലേ ആയത്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഓർഗൻ, അല്ലാതെ മിഡിൽ നിന്നും ഇടയ്ക്കിടയ്ക്കുന്ന ഒരു ഓർഗൻ വെച്ച് നിങ്ങൾ പഠിക്കരുത്. സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ ഓർഗൻ. ഓക്കെ, ആദ്യത്തെ ഓർഗൻ ഏതാണ്? നോസ്, നാസൽ ക്യാവിറ്റി, അത് പഠിച്ചു. അവിടെ നിന്ന് എയർ ഇങ്ങോട്ട് പോകുന്നു, ഫാരിങ്സിലോട്ട് പോകുന്നു, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ട്രക്കിയോലോട്ട് പോകുന്നു, അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ലങ്സിനുള്ളിലോട്ട് പോകുന്നു, അവിടെ ലങ്സ് പഠിച്ചു. പിന്നെ അതിന് തൊട്ട് താഴെ ഒരു മസിലുണ്ട്, ഡയഫ്രം ഉണ്ട്, ഡയഫ്രം പഠിച്ചു. ഇങ്ങനെ ഓരോ ഓർഗൻസും പഠിക്കാം. ഈ അടുത്ത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്നു. അവിടെ ആദ്യം മൗത്ത് പഠിക്കുന്നു, അവിടെയും ഫാരിങ്സ് പഠിക്കുന്നു, പിന്നെ ഈസോഫാഗസ് പഠിക്കുന്നു, ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്ക് പഠിക്കുന്നു, സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ അടുത്ത് പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, അത് കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്, അത് കഴിഞ്ഞാൽ ഏനസ് ആണ്, ഏനൽ കനാൽ, ഏനസ്. ഇങ്ങനെ ഓരോ ഓർഡറിൽ കറക്റ്റ് ഓർഡർ വൈസ് ആയിട്ട് പോകുക. ഇതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അവിടെ നമ്മൾ 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ദർ ഇസ് ലങ്സ് ഉണ്ട് 10 മാർക്ക്. ലങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലങ്സിൻ്റെ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് മാത്രം വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ലങ്സിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് 10 മാർക്കിന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് 10 മാർക്ക് ലങ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ഇനി 5 മാർക്കിന് ആണെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചതാണ് ട്രക്കിയ.
ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ട്രക്കിയ, പിന്നെ ബ്രോങ്കസ് ആൻഡ് ബ്രോങ്കിയോൾസ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡയഫ്രം മാത്രമായിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫാരിങ്സ്, റെസ്പിറേറ്ററി ഫാരിങ്സ് അല്ലേ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ഇനി ലാരിങ്സും ഫാരിങ്സും തമ്മിലുള്ള വ്യത്യാസം വെച്ച് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഓർഗൻ സിസ്റ്റത്തിൽ ഏത് ഓർഗൻ വേണം 10 മാർക്കിന് നമ്മൾ ഓരോ യൂണിറ്റ് എടുക്കുമ്പോൾ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള ലങ്സ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും കണക്കാക്കി കംപ്ലീറ്റ്. ഡോണ്ട് ഗോ ഫോർ ഷോർട്ട് നോട്ട്സ്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഷോർട്ട് നോട്ട്സുകൾ നോക്കി പഠിക്കരുത്. കാരണം നിങ്ങൾക്കിപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം സ്കോർ ചെയ്യണമെങ്കിൽ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണ്. മാക്സിമം സ്കോർ ചെയ്യണമെങ്കിൽ, മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ 1 മാർക്കും 2 മാർക്കും ഒട്ടും തന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഈ 1 മാർക്കും 2 മാർക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ 8 സിസ്റ്റം ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം, പിന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, സെൻസറി ഓർഗൻസ്, മസ്കുലോസ്കെൽറ്റൻ സിസ്റ്റം, പിന്നെ നമ്മുടെ റീനൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം. ഇത്രയും സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ എടുത്തു തരുന്നത്. ക്ലാസ്സുകൾ കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് അത് കണ്ടുപഠിക്കാം. പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കില്ല എൻ്റെ ക്ലാസ് കണ്ട് തന്നെ പഠിക്കണമെന്നൊന്നും. നിങ്ങളുടെ കോളേജസിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ പഠിക്കാം. നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ക്ലാസ്സുകളിലോട്ട് പോയി കൺഫ്യൂസ് ആകരുത്. ഓക്കെ, എൻ്റെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാം. അതല്ലാതെ ഒരിക്കലും കുട്ടികളോട് എൻ്റെ ക്ലാസ് മാത്രമേ കണ്ടു പഠിക്കാവൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ യു ക്യാൻ വാച്ച് ആൻഡ് സ്റ്റഡി. അതുപോലെ മറ്റ് സപ്പോർട്ടുകളും ചെറിയ തരത്തിലുള്ള സപ്പോർട്ടുകളും ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എക്സാം ടൈമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വെച്ച് ഏത് തരത്തിലാണ് എക്സാംസ് വരുന്നത്, എത്ര കണ്ടന്റ് എഴുതണം, എങ്ങനെയാണ് എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ്. ക്ലിയർ ആയോ ഫസ്റ്റ് സബ്ജക്റ്റ്? ഇനി രണ്ടാമത്തത് സബ്ജക്റ്റാണ് ഫിസിയോളജി. നമ്മളിവിടെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ അതേ സിസ്റ്റംസ് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്, ഫിസിയോളജി. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നമ്മൾ ഫിസിയോളജി പഠിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫങ്ഷൻസ് അല്ലേ, ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓരോ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മൗത്ത് എന്ന് പറഞ്ഞാൽ അത് അനാട്ടമി. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ്, ച്യൂവിങ് അല്ലെങ്കിൽ മാസ്റ്റിക്കേഷൻ, അത് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന നമ്മുടെ മൗത്തിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. അതാണ് നമ്മൾ ഈ ഫിസിയോളജിയിൽ പഠിക്കുന്നത്. സെല്ലിലും അതുപോലെ സെല്ലിൽ തുടങ്ങി ടിഷ്യൂസിലും പിന്നെ നമ്മുടെ ഓരോ ഓർഗൻസിലും, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിലുള്ള ഓരോ ഓർഗൻസിലും. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ പുറത്തുള്ള എയർ എങ്ങനെയാണ് നമ്മുടെ ലങ്സിൽ എത്തുന്നത്, ആ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്, എങ്ങനെയാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നത്, എങ്ങനെയാണ് റെസ്പിറേഷൻ്റെ റേറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓരോ ഫിസിയോളജി ചാപ്റ്റേഴ്സിലും പഠിക്കുന്നു. അവിടുത്തെ പ്രോസസ്സുകൾ, അവിടെ നടക്കുന്ന പ്രൊസീജിയറുകളാണ് നമ്മൾ ഈ ഫിസിയോളജിയിൽ പഠിക്കുന്നത്. അവിടെ നിങ്ങൾ ആ ഓർഗൻ്റെ പിക്ചർ വരയ്ക്കേണ്ടതില്ല. അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ പിക്ചർ വരയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില എന്തെങ്കിലും ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡയഗ്രാംസ് വേണമെങ്കിൽ വരയ്ക്കാം. വരച്ചുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെ നിർബന്ധം ഇല്ല പിക്ചർ വരയ്ക്കാൻ. പക്ഷെ നിങ്ങൾ എഴുതുന്ന പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഇതാണ് ഫിസിയോളജി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ അനാട്ടമി പറഞ്ഞതുപോലെ തന്നെ എല്ലാ സിസ്റ്റംസും, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം, പിന്നെ ഏതാണ് സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം, ബ്ലഡ്, പിന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, സെൻസറി ഓർഗൻസ്, മസ്കുലോസ്കെൽറ്റൻ സിസ്റ്റം, പിന്നെ റീനൽ സിസ്റ്റം, പിന്നെ എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം. ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിലും നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ അതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്തു തരുന്നത്. ഏകദേശം ചാപ്റ്റേഴ്സ് എല്ലാം പഴയ വീഡിയോസിലുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് അനാട്ടമിയും ഫിസിയോളജി സെപ്പറേറ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു തരുന്നതാണ്. ഓക്കെ, ഇനി
അടുത്ത സബ്ജക്റ്റ് ഏതാണ്? ഇത് നമ്മുടെ ഫസ്റ്റ് പേപ്പറായി, ഒരു ദിവസത്തെ എക്സാമിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് സോഷ്യോളജി. അതിന് എ പാർട്ട് വരുന്നത് സോഷ്യോളജി. ഇത് സോഷ്യോളജിയുടെ കാര്യം പറയുമ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു ഏരിയയാണ്. നമ്മൾ +2 വരെ പഠിച്ചതിൽ ഒരിടവും കണ്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി, മറ്റൊന്നാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആക്ച്വലി സിമ്പിളാണ്, പക്ഷെ നമുക്ക് ആ ഒരു പുതിയൊരു ഏരിയ ആയതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഓൾറെഡി നമ്മുടെ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് എടുത്ത ക്ലാസ്സുകൾ കാണാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജസിൽ പഠിപ്പിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ സോഷ്യോളജി സൈക്കോളജിയും പറയുമ്പോൾ അവിടെ പിക്ചേഴ്സിൻ്റെ ആവശ്യമില്ല. സോഷ്യോളജിയിലും സൈക്കോളജിയിലും പിക്ചേഴ്സിൻ്റെ ആവശ്യമില്ല. അവിടെ നിങ്ങൾ കൃത്യമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഓരോ ടൈപ്സുകളും ഓരോ ഹെഡിങ്സുകളും ഹൈലൈറ്റ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ്, ഒരുപാട് ഇങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതി വിടാതെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് മാക്സിമം പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അങ്ങനെ നമ്മൾ സോഷ്യോളജി, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി. അതിൻ്റെയും എത്ര ചാപ്റ്റർ ഉണ്ട്? 7 ചാപ്റ്റർ ഉണ്ട്. അത് 7 ചാപ്റ്റർ ഞാൻ എടുത്തു. 2 ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഫാമിലി ആൻഡ് മാരേജ് കുറച്ച് ഈ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. 3 ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ചാപ്റ്റർ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അത് ഞാൻ എടുത്തു തരാം. ഓക്കെ, എടുത്തു തരും ഞാൻ നിങ്ങൾക്ക്. അത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമല്ല. ഇല്ല, നിങ്ങൾക്ക് കോളേജിൽ പഠിപ്പിക്കുന്നത് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ അതും പഠിക്കാം. ഇനി അടുത്ത സബ്ജക്റ്റാണ് സൈക്കോളജി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സിലബസ് പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ 4 സബ്ജക്ട്സിൻ്റെ പേജസ്, ഈ ഒരു സിലബസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കാൻ എന്നുള്ള സിലബസിൻ്റെ മാത്രം പ്രിൻ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ അതിൻ്റെ ഓരോ ടോപ്പിക്സും പഠിച്ചു കഴിയുമ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്യുക, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടുക. ഇന്ന പോർഷൻ ഞാൻ പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഐ പ്രിപ്പയർഡ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാം. അങ്ങനെ നിങ്ങളുടെ ആ കയ്യിൽ പ്രിൻ്റ് എടുത്ത സിലബസിൽ ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കുന്നുള്ളത് നോട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ എക്സാമിന് 1 മാസം മുന്നേ ആവുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിനകത്ത് എല്ലാ ടോപ്പിക്സിലും വര വീണിട്ടുണ്ടാകണം, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകണം. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് ആയിരിക്കണം, വെറുതെ അണ്ടർലൈൻ ചെയ്യുകയല്ല, പഠിച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റാണ് സൈക്കോളജി. സൈക്കോളജിയും സോഷ്യോളജി പോലെ മറ്റൊരു ന്യൂ ഏരിയ ആണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി. ഡോണ്ട് തിങ്ക് ലൈക്ക് ഇറ്റ്സ് എ വെരി ടഫ് ലൈഫ് സ്ട്രക്ചർ സബ്ജക്റ്റ്. ഇറ്റ് ഈസ് വെരി ഈസി സബ്ജക്റ്റ്. നമ്മൾ മനസ്സിലാക്കി വായിച്ചാൽ. അപ്പോൾ ഇതിൽ ഏകദേശം കുറേ പോർഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അതും കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കോളേജസിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഇതുവരെ ആയി. ഇനി അടുത്ത് 2 ക്ലാസ് കൂടെയാണുള്ളത്, 1 ക്ലാസ് കൂടെയാണുള്ളത്. അതുകൂടി ആകുമ്പോൾ തേർഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞാൽ 4th യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 5th യൂണിറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. 6th യൂണിറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 2 പോർഷൻസ് ബാക്കി, ലാസ്റ്റത്തുള്ള ഈ 2 പോർഷൻസ് മാത്രമേ ഉള്ളൂ. അത് റെഡിയാണ്, ക്ലാസ് എടുക്കണം. അത് കഴിഞ്ഞാൽ 7ഉം 8ഉം 9ഉം 10ഉം ഈ 4 യൂണിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ എടുത്ത് തരുന്നതാണ്. RGHSും KHUSും രണ്ടും സെയിം ആണ്, 2 യൂണിവേഴ്സിറ്റിയും സെയിം ആണ്. ഓക്കെ, ഇത് ഈ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? അത്രയും സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? സിലബസിനെ കുറിച്ച് എന്തെങ്കിലും സിലബസ് കാണിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ ഇല്ലയോ? എക്സാമിൻ്റെ പാറ്റേൺ ഒന്നുമല്ല, സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ്. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആവണം. 20 കുട്ടികളാണ് കാണുന്നതെങ്കിലും പക്ഷെ നിങ്ങൾ 20 പേരും ഇതിൽ തറവായിട്ട് ഐഡിയ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? സെയിം ഈ ഒരു 4 സബ്ജക്ട്സിൻ്റെയും ഒരു സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത കണ്ടന്റിലോട്ട് പോവുകയാണ്. അവയർനെസ് ഓൺ സിലബസ് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തത് ഐഡിയ അബൌട്ട് എക്സാം പാറ്റേൺ ആൻഡ് മാർക്കിംഗ് ക്രൈറ്റീരിയ. അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച്, അതായത് നിങ്ങളുടെ എക്സാം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? എത്ര ക്വസ്റ്റ്യൻസ്, എത്ര 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ സിലബസിൽ തന്നെ ലാസ്റ്റ് പേജിൽ യൂണിവേഴ്സിറ്റിക്കാരിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇതാണ് അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ടോട്ടലി നിങ്ങളുടെ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസത്തെ എക്സാം എന്ന് പറഞ്ഞാൽ 75 മാർക്കാണ്. അതായത് അനാട്ടമിയും ഫിസിയോളജിയും കൂടി ചേർത്തിട്ട് 75 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇതിൽ അനാട്ടമി A
പാർട്ടാണ്. അതിന് 37 മാർക്കാണ് എക്സാം. അതിൽ നിങ്ങൾ അനാട്ടമി പാസ്സാകണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 50%, അനാട്ടമിയും ഫിസിയോളജിയും കൂടെ ടുഗദർ നോക്കുമ്പോൾ 75-ന്റെ പകുതി 38 മാർക്സ് നിങ്ങൾ എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഓൾ ടുഗദർ ആണ്, അനാട്ടമിയും ഫിസിയോളജിയും കൂടി ചേർത്തിട്ടാണ് എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അനാട്ടമിയിൽ 37 മാർക്കിനും ഫിസിയോളജിയിൽ 38 മാർക്കിനുമാണ് എക്സാം വരുന്നത്. 37.5 അങ്ങനെയല്ല, 37 അനാട്ടമി മാർക്കും 38 ഫിസിയോളജി മാർക്കും. ഇനി നമുക്കറിയേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഉണ്ടാവും. എത്ര MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും? 6 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 6 MCQ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷനും ഉണ്ടാകും. നിങ്ങൾ അതിൽ നിന്ന് റൈറ്റ് ആൻസർ ഏതാണെന്ന് മാത്രം, ക്വസ്റ്റ്യനും ആൻസറും എഴുതണ്ട, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് മാത്രം ആൻസർ എടുത്ത് എഴുതുക. ക്ലിയർ ആയോ? നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിൻ്റെ സാമ്പിൾ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 6 മാർക്ക് കിട്ടും അല്ലേ? 50% മതി നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ആ 6 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യനും കിട്ടണമെങ്കിൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. യു ഷുഡ് റീഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് തന്നെ പഠിക്കണം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഡീറ്റെയിൽ നോട്ട് വെച്ച് പഠിപ്പിക്കുന്നത് വെച്ച് തന്നെ പഠിക്കണം. അപ്പം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. പോഴ്ത്തി പറയുന്നതല്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് നോട്ടുകളൊന്നും ചുരുക്കി പോകാറില്ല, ഷോർട്ട് നോട്ട്സിലോട്ട് പോകാറില്ല. ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ 1 മാർക്കുകളെല്ലാം 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ 6 മാർക്കും കിട്ടും. ഈ 6 മാർക്കും കിട്ടിയില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്കോറിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി 32 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, 10 മാർക്കും 5 മാർക്കും ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര തന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് തരത്തില്ല. ഒരു 70%, മാക്സിമം ഒരു 70-75% മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതൽ തരത്തില്ല. അവിടെ നിങ്ങളുടെ സ്കോറിൻ്റെ പെർസെൻറ്റേജ് കൂട്ടണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസിലാണ്. അത് നിങ്ങൾക്ക് കിട്ടണം, എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടണം. ഈ 6 1 വേർഡിൻ്റെ 6 മാർക്ക് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്കുള്ളത് ഒരേ ഒരു എസ്സേ, ഒരേ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 10 മാർക്കിനുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഏതെങ്കിലും ഒരു ബോഡി സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ, ഇപ്പോൾ അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ അവിടുത്തെ ലങ്സിനെ കുറിച്ചായിരിക്കാം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ സ്റ്റൊമക്കിനെ കുറിച്ചായിരിക്കാം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ യൂട്രസിനെ കുറിച്ചായിരിക്കാം, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ തൈറോയിഡ് ഗ്ലാൻഡ് ആകാം, അല്ലെങ്കിൽ പാൻക്രിയാസ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ അഡ്രിനൽ ഗ്ലാൻഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ബോൺ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബോണിൻ്റെ സ്ട്രക്ചർ ചോദിക്കാം, അല്ലെങ്കിൽ ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ ബ്രെയിനിൻ്റെ ചോദിക്കാം, സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ ചോദിക്കാം, വെർട്ടിബ്രൽ കോളത്തിൻ്റെ സ്ട്രക്ചർ വെച്ച് ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതും ഒരു പ്രത്യേകതയുണ്ട്. ഇത് എഴുതുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എത്രത്തോളം എഴുതണം? മിനിമം 5 പുറം നിങ്ങൾ എഴുതിയിരിക്കണം. അതായത് 10 മാർക്കിൻ്റെ എസ്സേ എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ, ഇതൊരു പേപ്പറാണ് അല്ലേ, ഇതൊരു പേപ്പറാണെങ്കിൽ ഇതൊരു പുറം, അടുത്ത് ഇതൊരു പുറം, അങ്ങനെ 2 പുറം, ഇങ്ങനെ 5 പുറം. അതായത് 2, വീണ്ടും ഒരു പേപ്പർ 2, പിന്നെ വീണ്ടും ഒരു പേപ്പറിൻ്റെ ഒരു വശം, അങ്ങനെ 5 പുറം മിനിമം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുകയുള്ളൂ. അതിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ പേജിൽ ഏത് ഓർഗനാണോ ചോദിച്ചത് അത് തീരെ ചെറിയ കുഞ്ഞു പിക്ചറല്ല, ആ ഒരു പേജിൻ്റെ ഒരു 3/4 പേജെങ്കിലും നിൽക്കുന്ന രീതിയിൽ വളരെ ബിഗ്ഗായിട്ട്, വളരെ വലുതായിട്ട്, ക്ലിയർ ആയിട്ട് പിക്ചർ വരച്ച് അതിൻ്റെ പാർട്സ് ക്ലിയർ ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 10 മാർക്കിൽ 8 മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. മാക്സിമം 8 മാർക്ക്, അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഈ ആദ്യത്തെ 2 മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യുമ്പോൾ 2 മാർക്ക് കിട്ടും. ഈ 8 മാർക്കിനുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് സ്റ്റൊമക്ക് ഇൻ ഡീറ്റെയിൽ എക്സാമ്പിൾ പറഞ്ഞാൽ അത് നിങ്ങൾ എത്ര നന്നായിട്ട് വരച്ചാൽ അവരൊരു 8 മാർക്കിനുള്ള 6 മാർക്ക് അത്രയുമെങ്കിലും തരണം. നന്നായിട്ട് എഴുതിയാൽ, ക്ലിയർ ആയിട്ട് വരച്ച് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ എസ്സേ വരുന്നത്, ഒരേ ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ അനാട്ടമിയിൽ ഷോർട്ട് നോട്ട്സ്. എത്ര ഷോർട്ട് നോട്ട്സ് ഉണ്ട്? 3 ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു
മൂന്ന് ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് 3ഉം നിങ്ങൾ ആൻസർ ചെയ്യണം. ക്ലിയർ ആയോ? അത് 3 നിങ്ങൾ ആൻസർ ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, യൂറിനറി ബ്ലാഡർ, റൈറ്റ് ഏട്രിയം എന്നൊക്കെ. അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ റൈറ്റ് ഏട്രിയം മാത്രമായിട്ട് 5 മാർക്കിന് ആയിട്ട് നിങ്ങൾ ഹാർട്ട് മൊത്തത്തിൽ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ റൈറ്റ് ഏട്രിയം മാത്രം 5 മാർക്കിന് എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? മിനിമം 3 പേജ്. ഓക്കെ, ഇതുപോലെ 2 പേജും ഇതുപോലെ അപ്പുറവും ഇപ്പുറവും 2 പേജും വീണ്ടും ഒരു പുറം കൂടെ അങ്ങനെ 3 പേജെങ്കിലും എഴുതിയിട്ടുണ്ടാകണം. അവിടെ കമ്പൽസറി പിക്ചർ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ 5 മാർക്കിനെന്നുള്ളത് 4 മാർക്ക് മാക്സിമം കിട്ടണമെങ്കിൽ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടിക്ക് 4 മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ 3 മാർക്ക് അങ്ങനെയൊക്കെ പോകും. ഓക്കെ, കിട്ടത്തുള്ളൂ. മിനിമം 3 പേജെങ്കിലും നന്നായിട്ട് കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവണം. കണ്ടന്റ് എഴുതുക മാത്രമല്ല, അത് ശരിയായിരിക്കണം കേട്ടോ. ഇനി ഇതിലും നമുക്ക് നമ്മുടെ 10 മാർക്കിലും 5 മാർക്കിലും ചിലപ്പോൾ മാർക്കുകൾ കുറയും. ഇനി അതിൽ മാർക്ക് കുറയാത്തൊരു ഏരിയ ആണ് അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ട്രക്കിയയും ബ്രോങ്കയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കാർഡിയാക് മസിലും സ്കെൽറ്റൽ മസിൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സെറിബ്രവും സെറിബെല്ലവും തമ്മിലുള്ള ഡിഫറൻസ്, അത് നമ്മൾ ഒരു പേപ്പറിൻ്റെ, അതായത് ഇതൊരു പേജാണ് നിങ്ങളുടെ എക്സാമിൻ്റെ പേജെങ്കിൽ അതിൻ്റെ പകുതി, 2 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 സെൻറ്റൻസ് അല്ല എഴുതേണ്ടത്, ഒരു പേജിൻ്റെ പകുതി വരെയെങ്കിലും, അതായത് ഒരു പേജിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് കണ്ടന്റ് വിശദീകരിച്ച് എഴുതിയിരിക്കണം. 2 മാർക്കിന് 4 സെൻറ്റൻസ് പോരേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മാക്സിമം നിങ്ങളൊരു പകുതി പേജെങ്കിലും എഴുതിയിരിക്കണം. ഒരു 6 പേജ് സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. എന്നാൽ മാത്രമേ, എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, ഈ 6 സെൻറ്റൻസ് എഴുതുന്നതിൽ നിങ്ങൾ ഒരു സെൻറ്റൻസ് തെറ്റിപ്പോയാലും നിങ്ങൾക്ക് ഈ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 6 സെൻറ്റൻസ് അല്ലെങ്കിൽ ഹാഫ് പേജെങ്കിലും എഴുതണം എന്ന് പറയുന്നത് 2 മാർക്കിന്. ആ രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത്, ഇത് നമ്മുടെ എക്സാമിന് ഡയറക്റ്റ് ചെന്നിരുന്നത് ഇതുപോലെ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഈ രീതിയിൽ നിങ്ങൾ ക്ലാസ്സിലെ എക്സാംസും അതുപോലെ പഠിക്കുന്ന സമയത്തും എഴുതി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയുമാണ് നമ്മുടെ അനാട്ടമിയുടെ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ പറയാം. 37 മാർക്കിനാണ് അനാട്ടമിയുടെ എക്സാം. അതിനകത്ത് 6 ഒൺവേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 10 മാർക്ക് എസ്സേ ഉണ്ട്, 3 5 മാർക്കിൻ്റെ എസ്സേ ഉണ്ട്, പിന്നെ 3 2 മാർക്കിൻ്റെതും ഉണ്ട്. ഇത്രയും ചേരുമ്പോൾ നിങ്ങളുടെ 37 മാർക്ക് ആകും. ക്ലിയർ ആകുന്നുണ്ടോ? 37 മാർക്ക് ആകും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യമൊക്കെ അടുത്ത സെക്ഷനിൽ ഞാൻ പറയും. എല്ലാ സബ്ജക്ട്സിനുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എക്സാം പാറ്റേണും മാർക്കിങ്ങും ആണ്. ഓക്കെ, എത്ര മാർക്ക് എന്നുള്ളതാണ്. അടുത്ത സബ്ജക്റ്റാണ് ഫിസിയോളജി. സെയിം പേപ്പർ തന്നെ അടുത്ത് നിങ്ങൾ എഴുതേണ്ട, സെയിം പേപ്പറിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബി പാർട്ടാണ് ഫിസിയോളജി വരുന്നത്. അത് 38 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. 38 മാർക്കിനാണ് എക്സാം. അവിടെ ഇതുപോലെ 7, അവിടെ 6 അല്ല 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ 7 മാർക്ക് കിട്ടും. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ടു ഗെറ്റ് ദാറ്റ് 7 മാർക്സ്. ഓക്കെ, ഉണ്ട്. ഷോർട്ട് നോട്ട്സിന് കമ്പൽസറി യു ഷുഡ് ഡ്രോ. ഓക്കെ, 10 മാർക്ക് ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ബോത്ത് യു ഷുഡ് ഡ്രോ. Then only you will get nice mark. If you are not drawing, especially for anatomy, anatomy-ക്ക് നിങ്ങൾ പിക്ചർ വരച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് നേര് പകുതിക്ക് താഴോട്ടേ പോകത്തുള്ളൂ. ആ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 3 മാർക്കിന് താഴോട്ട്, 2 മാർക്ക് അവിടെ അപ്പം തന്നെ കുറയും പിക്ചർ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ 3 മാർക്കിന് താഴോട്ടുള്ള മാർക്ക് പിന്നെ പ്രതീക്ഷിച്ചാൽ മതി, നിങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും. ക്ലിയർ ആണ്? പക്ഷേ ആ പിക്ചർ അത്രയും ഒരുപാട് വലുതായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. ചെറിയ അത്യാവശ്യം ഒരു നല്ലൊരു പിക്ചർ വരച്ച് അതിൻ്റെ പാർട്സുകൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് എഴുതുന്നു, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ഫിസിയോളജി ഉള്ളത്. പിന്നെ നമ്മുടെ അനാട്ടമിയിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു എസ്സേ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് മാർക്കും അതുപോലെ 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടും. നിങ്ങളുടെ ആ ഒരു ഈ 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻ കണ്ട് ആകുലതപ്പെട്ട് ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു മാർക്ക് അവിടെ കിട്ടത്തില്ല.
ബാക്കി എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു മാർക്ക് കിട്ടത്തില്ല. രണ്ടാമത്തെ പാർട്ട് നന്നായിട്ട് ഒരു 6 മാർക്കിന് കണക്കാക്കി 3 പേജെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 6 മാർക്ക് കിട്ടും. അടുത്തത് മൂന്നാമത്തെ പാർട്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. 3 മാർക്കിൽ ഇതിൽ 6 മാർക്ക് എന്നുള്ളതിൽ ഈ 10 മാർക്കിൽ ടോട്ടലി 10 മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഏറ്റവും നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ 8 മാർക്ക് അത്രയും കിട്ടത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞൊരു ഷോർട്ട് നോട്ട്സ് 3 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. 15 മാർക്കിന് 3 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ട്സ്, അതും പ്രോസസ്സ് ഇതുപോലെ തന്നെ 5 മാർക്കിനാവുമ്പോൾ 3 പേജ് നമ്മൾ നന്നായിട്ട് വിശദീകരിച്ച് എഴുതണം. അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഹെഡിങ്സ് ഹൈലൈറ്റ് ചെയ്യുക, മെയിൻ വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ആ രീതിയിൽ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെ കണ്ടൻസ് നന്നായിട്ട് വായിച്ചെടുക്കാൻ അവർക്ക് പറ്റണം. ആ രീതിയിൽ നമ്മൾ എക്സാം എഴുതണം. അതുപോലെ ഗീവ് റീസൺ ഫോർ എന്നുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നമ്മൾ ഹാഫ് പേജ്. ഓക്കെ, ഒരു പേജിൽ 2 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ ഹാഫ് പേജ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുക. അടുത്ത ഹാഫ് പേജിലും കൂടെ എഴുതുക. ഷുവറായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി ഞാൻ നിങ്ങൾക്കുള്ള ക്ലാസ്സുകളാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ് ഉറപ്പായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരും, ടെൻഷൻ ആകുകയോ വേണ്ട. ഓക്കെ, ഓൾറെഡി നമ്മൾ 3rd യൂണിറ്റിലോട്ട് പോയിട്ടുണ്ട്. അതായത് അനാട്ടമിയും ഫിസിയോളജിയിലും ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് അനാട്ടമിയും ഫിസിയോളജിയും കംപ്ലീറ്റ് ചെയ്തു. 3rd യൂണിറ്റ് അനാട്ടമി ഇപ്പം ഏകദേശം ആയി. ഇനി കുറച്ച് പോർഷൻസ് കൂടി അനാട്ടമിയിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഫിസിയോളജി നമ്മൾ 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. സൈക്കോളജി ഏകദേശം ഇനി ഒരു 2-3 ചാപ്റ്റർ കൂടി, 2-3 ചാപ്റ്റർ കൂടിയുള്ള നമ്മൾ ഈ ഒരു തുടരെയായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി തിങ്ക് ചെയ്തത്, ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ സൈക്കോളജി കംപ്ലീറ്റ്ലി എടുത്ത് തീർത്തിട്ട് അനാട്ടമി ഫിസിയോളജിയിലോട്ട് വരാമെന്നാണ്. കാരണം കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനാട്ടമി ഫിസിയോളജി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് എടുത്ത് തരാമെന്നാണ് വെച്ചത്. പക്ഷേ എല്ലാ കുട്ടികളും ഇങ്ങനെ അനാട്ടമി ഫിസിയോളജി വേണം എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ കിടന്ന് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. നിങ്ങൾ തന്നെ പറയുക, സൈക്കോളജി എടുത്തിട്ട് അനാട്ടമിയും ഫിസിയോളജി എടുക്കണമോ അതോ അനാട്ടമിയും ഫിസിയോളജിയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എടുക്കണമോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഫിസിയോളജിയുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ. ഇനി നമ്മുടെ സോഷ്യോളജിയും സൈക്കോളജിയും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അനാട്ടമിയുടെ പോലെ അതുപോലെ 37 മാർക്കിനാണ് സോഷ്യോളജി. അവിടെ 6 1-വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 10 മാർക്കിൻ്റെ എസ്സേ ഉണ്ട്, 3 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രയുമാണ് നമ്മുടെ സോഷ്യോളജി. ഇതും ഇതുപോലെയാണ്. നമ്മൾ പേജുകൾ നോക്കി കണ്ടന്റുകൾ വളരെ ഇലാബറേറ്റ് ചെയ്ത് ഒരുപാട് പാരഗ്രാഫ് എഴുതി പോകാതെ ബ്യൂട്ടിഫുള്ളായിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൈക്കോളജിയും 7 1-വേർഡ് ക്വസ്റ്റ്യനും, ഒരു എസ്സേയും, 3 5 മാർക്ക് ക്വസ്റ്റ്യനും, 3 2 മാർക്ക് ക്വസ്റ്റ്യനും. ഇത്രയുമാണ് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു എക്സാമിൻ്റെ മാർക്കിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാർക്കിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് സൈക്കോളജി, സോഷ്യോളജി എന്നാണ് കുറച്ച് കുട്ടികൾ പറയുന്നത്. അനാട്ടമി വേണമെന്ന് കുറച്ച് കുട്ടികൾ പറയുന്നുണ്ട്. Okay, anyway, don't worry. I will take complete syllabus for you, complete syllabus based classes for you. No need to get tensed. Okay, it will be late. Sometime it will be late, like next month only maybe completing, but I will complete it. Okay, don't get tensed. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കി, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും മാർക്കിംഗ് എങ്ങനെയാണെന്നും. അപ്പോൾ നമ്മുടെ എക്സാമിന് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാകും, 50% നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾ മാർക്ക് പാസ്സാകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കാം, ഹൗ ടു സ്റ്റഡി. ഇതാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുന്നത്? നിങ്ങൾ ഡെയിലി കോളേജിൽ പോകുന്നുണ്ട്, കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളും എഴുത്തു വർക്കൊക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വൈകിട്ട് ഒന്ന് ചായ കുടിച്ച് ഒന്ന് ഇരുന്ന് പിന്നെ നമ്മൾ എന്തായാലും പിന്നെ 8 മണി കഴിഞ്ഞാലേ പഠിച്ചു തുടങ്ങത്തുള്ളൂ. 8 മണിയാണ് സ്റ്റഡി ടൈം, ആ ടൈമിലേ ഇരിക്കത്തുള്ളൂ. 8 മണി മുതൽ ഇരുന്ന് ഒരു 10 മണി വരെ 2 മണിക്കൂർ എന്തായാലും ഹോസ്റ്റലിൽ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്തിരുന്ന് പഠിക്കുന്നു. അത് ജസ്റ്റ് മീൻസ് ആ സമയത്തിരുന്ന് റൈറ്റിംഗ് എഴുതാനുള്ളതെല്ലാം എഴുതുന്നു. 10 മണി കഴിയുമ്പോൾ കിടന്നുറങ്ങുന്നു, അല്ലേ? ഇതാണ് ദിവസം നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് പഠിച്ചു? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. 2-3 മാസമായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്? യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റെങ്കിലും നിങ്ങൾ ഇതുവരെ പഠിച്ചോ? എന്തെങ്കിലും ഒരു കണ്ടന്റെങ്കിലും നിങ്ങൾ പഠിച്ചോ? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഐ നോ you will not study, you are not started only. Okay, till now you are not started. ഒന്നുപോലും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉറക്കം പോലും ഇല്ലാത്ത രീതിയിൽ പഠിച്ചാലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി എന്തൊക്കെയാണ് സബ്ജക്ട്സ് ഉള്ളത്, എങ്ങനെയാണ് എക്സാം വരുന്നത്, എത്ര മാർക്കിനാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ. കേൾക്കുന്നില്ലയോ? സൗണ്ട് ഇല്ലേ? കേൾക്കുന്നില്ലയോ? സൗണ്ട് കേൾക്കുന്നില്ലയോ? സൗണ്ട് ഇല്ലയോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? ഓക്കെ, കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് കുറവാണ്. ഓക്കെ, കുറവാണ് അല്ലേ? സൗണ്ട് കുറവാണോ? ഞാനൊന്ന് കുറച്ചുകൂടി അടുത്തിരുന്ന് സംസാരിക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ അവസാന ബുദ്ധിമുട്ട്, കാരണം പലപ്പോഴും കഴിഞ്ഞ എക്സാംസിനൊക്കെ ഞാൻ കേട്ടതാണ്, കുട്ടികൾ അവസാന എക്സാമിന് തലേ ദിവസം 2 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ, മാം എനിക്ക് ക്വിക്കായിട്ടൊന്ന് എല്ലാം കൂടെ ഓടിച്ചൊന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് പറയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അനാട്ടമിയും ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി എന്തുമാത്രം കണ്ടന്റ് ആണുള്ളത്. ഇതെല്ലാം നമുക്ക് ക്വിക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല. എനിക്ക് അങ്ങനെ മാജിക്കൽ പവർ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തുമില്ല. ഇഫ് യു ആർ റെഡി ടു സ്റ്റഡി നൗ ഇറ്റ് സെൽഫ്, ഐ വിൽ ടീച്ച് യു. ഓക്കെ, നിങ്ങൾ കുട്ടികൾ ഇപ്പോഴേ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയിട്ടല്ല, ഒരു സെപ്പറേറ്റ് 1 മണിക്കൂർ മിനിമം ദിവസം 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. കംപ്ലീറ്റ്ലി നന്നായിട്ട് ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എക്സാം പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാം. അതിന് നിങ്ങൾ ഇപ്പോഴേ ശ്രമിക്കുകയാണെങ്കിൽ ആ രീതിയിൽ പഠിക്കണം. ദിവസവും നിങ്ങൾ ഒരു ടോപ്പിക്കെങ്കിലും പഠിക്കണം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്സ് ടു ബി യൂസ്ഡ്. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ പല പബ്ലിക്കേഷൻസിൻ്റെ ഒരുപാട് ബുക്സുകളുണ്ട്. ഏത് ബുക്ക്? ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഇന്നതേ പഠിക്കാവൂ, അല്ലെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് ഇന്നതേ പഠിക്കാവൂ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഇന്നതേ പഠിക്കാവൂ, അങ്ങനെയൊന്നുമില്ല. ഏത് യൂണിവേഴ്സിറ്റി എക്സാം ആയാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ അനാട്ടമിക്കും ഫിസിയോളജിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് സെയിം തന്നെയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഒരിക്കലും അത് തെറ്റാണെന്ന് ഒരു യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുമായിരിക്കും അവർ പഠിപ്പിച്ചത് മാത്രം എഴുതിയാൽ മതിയെന്ന്. പക്ഷേ ടെക്സ്റ്റ് ബുക്കുകൾ ഓൾ ഇന്ത്യ പബ്ലിഷ്ഡ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അത് തെറ്റാണെന്ന് പറയത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് 4 സബ്ജക്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽസ് ഉൾപ്പെടെ 5 സബ്ജക്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ പറയാം. ഫസ്റ്റ് സബ്ജക്റ്റ് അനാട്ടമി. അനാട്ടമിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ബുക്സ് എന്ന് പറയുന്നതാണ് ഒന്ന്. നിങ്ങൾക്ക് അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. പകരം നിങ്ങൾ റോസ് ആൻഡ് വിൽസൺ പഠിക്കുക. റോസ് ആൻഡ് വിൽസണും ഒപ്പം ആശാലതയും. ഈ ആശാലത ചില കുട്ടികൾ പറയാറുണ്ട് അതിൽ അനാവശ്യമായിട്ടുള്ള പോയിന്റ്സ് കൊടുക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള പോയിന്റ്സ് അല്ല, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സുകളാണ്. അതാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി സ്ട്രക്ചർ പഠിക്കാനും കണ്ടന്റ് ഷോർട്ടായിട്ട് പഠിക്കാനും വളരെ ഈസി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ആശാലത, പിന്നെ റോസ് ആൻഡ് വിൽസൺ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന 2 ബുക്കുകളാണ്. അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ഈ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ എങ്ങനെ എക്സാമിന് എഴുതണം, അതെല്ലാം ഈ 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് മാത്രം നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസിക് ആയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ കണ്ടന്റ് കുറച്ചുകൂടെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി അടുത്ത ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ആശാലതയോ റോസ് ആൻഡ് വിൽസണോ അടുത്ത ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് റെഫർ. ഈ 2 ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചാൽ, ഒരുപാട് അങ്ങ് റെഫർ ചെയ്ത് പോകണ്ട. ഈ 2 ടെക്സ്റ്റ് ബുക്ക് വെച്ച് മാത്രം പഠിച്ചാൽ മതി. സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക്, 90% മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ 2 ടെക്സ്റ്റ് ബുക്കും മതിയാവും. ക്ലിയർ? ഇനി അടുത്തത് സോഷ്യോളജി. ഏത് ടെക്സ്റ്റ് ബുക്ക്? സോഷ്യോളജി ഐ ഓൾവേസ് ലൈക്ക് സജസ്റ്റ് നീരജ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നീരജ് സോഷ്യോളജി ഫോർ നഴ്സസ് ഉണ്ട്. പിന്നെ നീരജയുടെ ബുക്കുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഐ ക്ലമന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറിൻ്റെ ബുക്കുണ്ട്. ഈ 2 ബുക്കും നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് സോഷ്യോളജി പഠിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുക. പിന്നെ മറ്റെന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അടുത്ത ബുക്കിലോട്ട് നോക്കാവുന്നതാണ്.
ഓക്കെ, ഇതിൽ രണ്ടിലേത് ബുക്കായാലും പ്രശ്നമില്ല. ഇനി സോഷ്യോളജിക്ക് നിങ്ങൾക്ക് പല ബുക്കുകളുണ്ട്, ഒരുപാട് ബുക്കുകളുണ്ട്. പക്ഷേ my side I will always support R. Srivani. It's very simple, easily understandable, clearly mentioned all syllabus, all topics in our syllabus. നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കണ്ടൻസും ഈസി ആയിട്ട് വളരെ ഓർഡർ വൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ള ബുക്കാണ് ആർ ശ്രീവാണി. ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പഠിക്കുക. വലിയ വിലയൊന്നുമല്ല, 100-150 രൂപയേ ഉള്ളൂ. അതിന് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അത് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മുടെ ക്ലാസ്സിന് ഞാൻ റെഫർ ചെയ്യുന്നത്. ഞാൻ പഠിച്ചപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്കുകളാണ് വെച്ച് പഠിച്ചത്. എനിക്ക് ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പാസ്സായത്. അപ്പം അത് ഞാൻ അഹങ്കാരത്തോടെയല്ല പറയുന്നത്, അഭിമാനത്തോടെ പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കുകയാണ്, ഞാൻ നിർബന്ധിക്കുകയല്ല, ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് പഠിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കണ്ടൻസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സിലബസ് അനുസരിച്ച് കണ്ടൻസ് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആയോ? ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണെന്നുള്ളത് മനസ്സിലായോ? ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മുടെ ലൈവ് അല്ലേ, അപ്പം നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. മറന്നുപോയല്ലേ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഡൗട്ട് ഉള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ ഇനി ഞാൻ പഠിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് പഠിക്കാൻ പറഞ്ഞത്? നിങ്ങളോട് എല്ലാ ദിവസവും ഓരോ പോർഷൻസ്, നിങ്ങളോട് ഒരുപാടൊന്നും ഞാൻ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് അനാട്ടമി നമ്മുടെ ഡെയിലി റൊട്ടീൻ വർക്ക്സിൻ്റെ കൂടെ ഈ റൊട്ടീൻ ഹോം വർക്ക്സും റൈറ്റിംഗ് വർക്ക്സും ക്ലാസ് ടെസ്റ്റും അതെല്ലാം കാണും. എത്രത്തോളം വർക്ക് ഉണ്ടായിക്കോട്ടെ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിൽ 1 മണിക്കൂർ സമയം, അതൊരു രാവിലെ ആകാം, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്ന സമയത്ത് 1 മണിക്കൂർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൊട്ടീൻ വർക്ക്സിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള 1 മണിക്കൂർ എപ്പോഴെങ്കിലും, അതായത് 10 മണിക്ക് ശേഷമാക്കരുത്, അതിന് മുന്നേ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നത് ആ സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സമയത്ത് 1 മണിക്കൂർ ഒരു ചെറിയ പോർഷൻ, അതായത് നിങ്ങളുടെ സിലബസിൽ ആദ്യത്തെ പോർഷൻ, ഓക്കെ, ആ ഒരു അനാട്ടമിക്കൽ ടേംസ് ഇന്നത്തെ ദിവസം പഠിച്ചു, അടുത്ത ദിവസം അനാട്ടമിക്കൽ പ്ലെയിൻസ് പഠിച്ചു, എന്നിട്ട് അടുത്ത ദിവസം സെല്ല് പഠിച്ചു. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സും പഠിക്കുക, സിലബസിൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലെക്ചർ നോട്ട് പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് കുറിച്ച് വെക്കുക. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് കരുതി അതിലൊന്ന് നോട്ട് കുറിച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഈ ബുക്ക് തന്നെ വായിച്ചു നോക്കിയാൽ മതിയാകും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പുതുതായിട്ട് കാണുന്നു അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകുക. 1 മണിക്കൂർ, അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നു, ആ ഒരു സബ്ജക്ട്സിനകത്ത് കുറച്ച് പോർഷൻസ്, അതിൽ അടുത്ത ദിവസം ഈ സബ്ജക്റ്റ് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചാലും മതി. ആ സബ്ജക്റ്റിൽ എന്ത് പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു അത്രമാത്രം 1 മണിക്കൂർ പഠിച്ച് യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു ഇന്ന്. ഇനി എന്നിട്ട് എന്ത് ചെയ്യാം? തിരിച്ച് കോളേജസിലെ വർക്കുകളിലോട്ട് പോകുക, റൈറ്റിംഗ് വർക്ക്, ക്ലാസ് ടെസ്റ്റ്, പ്രോഗ്രാംസ്, സെമിനാർ, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലോട്ട് പോകുക. ബാക്കിയുള്ള സമയത്ത് 24 മണിക്കൂറുള്ളതിൽ 1 മണിക്കൂർ മാത്രമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അങ്ങനെ പഠിച്ച് നമ്മുടെ എക്സാമിന് നിങ്ങൾക്കൊരു ഏപ്രിൽ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ തന്നെയാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ മെയ് സമയത്തായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും. ക്ലാസ്സിലെ ടെസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഒരു സ്വന്തമായിട്ടുള്ള സ്റ്റഡീസ് 1 മണിക്കൂർ വന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി ലീവിന് തൊട്ട് മുന്നേയുള്ള 1 മാസം കൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ക്ലിയർ ആകും. യു വിൽ ബി തറവ്. ഓക്കെ, തറവ് നോളജ് നിങ്ങൾക്ക് ആ കണ്ടൻസിൽ ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടോ? എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കാനുള്ള വഴി? ക്ലിയർ ആയില്ലേ? ഇനി ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സിലബസ് മനസ്സിലാക്കി, എക്സാം പാറ്റേൺ മനസ്സിലാക്കി, സിലബസിൽ ഓരോ പോർഷൻസ് നമ്മൾ ഇതുപോലെ 1 മണിക്കൂർ വെച്ച് ദിവസം 1 മണിക്കൂർ എന്നുള്ള ഞാൻ മിനിമമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാക്സിമം എത്ര പഠിക്കാൻ പറ്റുമോ, ഒരു ദിവസം മറ്റു കാര്യങ്ങൾ വേറൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അത്രയും ദിവസം സമയം കൂടുതൽ പഠിക്കാം. അങ്ങനെ നിങ്ങൾ പഠിച്ച് ഒരു സൈഡായിട്ട് നിങ്ങൾ വയ്ക്കുക, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, അതൊരു പ്രിപ്പറേഷൻ ടൈം. പഠിച്ച് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും കഴിയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം,
റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ ഇന്ന് പഠിച്ചു തീർന്നു. ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് ഞാനത് പഠിച്ചു തീർന്നു. റെസ്പിറേറ്ററി സിസ്റ്റം യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തീർന്നു. എന്നാൽ എനിക്കിനി അറിയേണ്ടത് ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുന്നേ ഉള്ള എക്സാംസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫൈനൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് കുറച്ചുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വളരെയധികം യൂസ്ഫുൾ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. കുട്ടികൾ പറയാറുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഐ എം ഓൾവേസ് കൺഫേമിങ്, ഐ എം damn sure, I'm 100% sure repeatedly questions they are asked. 90% questions they are asking repeatedly. Most of the time they will ask 100% questions repeatedly. Sometime നിങ്ങൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്കിന് ഇപ്രാവശ്യം ചോദിച്ചത് 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. അല്ലെങ്കിൽ 3 വർഷം മുന്നേ 5 മാർക്കിന് ചോദിച്ചത് ഇപ്രാവശ്യം 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ മാറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലാതെ ടോപ്പിക്സ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ടോപ്പിക്സും ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു. ആ ചാപ്റ്റർ തീരുമ്പോൾ ആ ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ട്രക്കിയ ചോദിച്ചിട്ടുണ്ട്, ഫാരിങ്സ് ചോദിച്ചിട്ടുണ്ട്, ലങ്സ് ചോദിച്ചിട്ടുണ്ട്, ഡയഫ്രം ചോദിച്ചിട്ടുണ്ട്. സോ വി വിൽ ഗീവ് ഹൈലൈറ്റ് ഫോർ ദാറ്റ് വൺ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. എന്നാൽ ഈ പോർഷൻസിന് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മളവിടെ കൊടുക്കും. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയോ? അത് നോക്കി തന്നെ പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുക. നിങ്ങൾ സിലബസ് അവയർനെസ് കിട്ടി, മാർക്കിംഗ് ക്രൈറ്റീരിയയെ കുറിച്ച് അവൈലബിൾ ആയി, അറിഞ്ഞു, എക്സാം പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കി, ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്ന് മനസ്സിലായി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ യൂസ് മനസ്സിലാക്കി, എങ്ങനെ പഠിക്കണം, എപ്പോൾ റിവിഷൻ ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ വേണ്ടത് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങാൻ എന്താ വേണ്ടത്? നിങ്ങൾ വെറുതെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കാം എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. There should be a strict right way. അതായത് യു ഷുഡ് മേക്ക് എ ടൈം ടേബിൾ. നിങ്ങൾ എല്ലാ ദിവസവും റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഒരു റുട്ടീൻ വർക്ക്സ് എന്നുള്ളത് പോലെ യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാകണം. മേക്ക് എ ടൈം ടേബിൾ. ഒരു സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഓക്കെ, അത് നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡെയിലി കാര്യങ്ങൾ എങ്ങനെയാണ്. കോളേജിൽ എത്ര മണി വരെ ക്ലാസ് ഉണ്ടാകും, അത് കഴിഞ്ഞ് വന്ന ചായയുടെ ടൈമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കണം, തുണികൾ കഴുകാനുണ്ടാകും, ക്ലീനിങ് വർക്ക്സ് ഉണ്ടാകും. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആകുന്നത്? എന്നിട്ട് പഠിക്കാൻ ഇരിക്കുന്ന സമയത്തിനും ഈ ഒരു ക്ലീനിങ് വർക്ക്സൊക്കെ കഴിയുന്നതിന് ഇടയിലുള്ള സമയം, ആ സമയമാകുമ്പോൾ നമ്മൾ ടയേർഡ് ആകത്തില്ല. 10 മണി കഴിഞ്ഞ് എല്ലാ വർക്ക്സും കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ, ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് മുന്നേ ഉള്ളൊരു സമയം 1 മണിക്കൂർ കണ്ടെത്തുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജ് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു 6 to 7 6 മണിക്ക് മുന്നേ ബാക്കിയുള്ള വർക്ക്സ് എല്ലാം തീർക്കുക. 6 മണിക്ക് ഷാർപ്പായിട്ട് നിങ്ങൾ ബുക്ക് ഒരു 10 മിനിറ്റ് മുന്നേ ബുക്കെല്ലാം എടുത്ത് 6 മണി മുതൽ 7 മണി വരെ കൃത്യമായിട്ട് നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അതായത് സിലബസ് അനുസരിച്ച് ആദ്യം മുതൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് വായിച്ചു തുടങ്ങുക, പഠിച്ചു തുടങ്ങുക, അത് പഠിച്ച് മാർക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ 1 മണിക്കൂർ മാത്രം. അത് ആ എടുത്ത പോർഷൻസ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരിക്കും. പോട്ടെ, സാരമില്ല. ആ 1 മണിക്കൂറാണ് എനിക്ക് ഉള്ളത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള വർക്ക്സുകൾ ചെയ്യാനുണ്ട്, അതിലോട്ട് പോകുക. ബാക്കിയുള്ളത് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, അങ്ങനെ അങ്ങ് നോക്കുക. ഇതിപ്പോൾ ഇതുപോലെ തിങ്കളാഴ്ച അനാട്ടമി, ചൊവ്വാഴ്ച ഫിസിയോളജി, ബുധനാഴ്ച സോഷ്യോളജി അങ്ങനെ തന്നെ വേണമെന്നുമില്ല. നിങ്ങൾ ഒരാഴ്ച എടുത്തിട്ട് ആദ്യത്തെ ദിവസം അനാട്ടമി തുടങ്ങും. ആ ആഴ്ച മൊത്തം ആ ഒരു ചാപ്റ്റർ തീരുന്നത് വരെയും അനാട്ടമി പഠിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഏതാണോ അന്ന് ഫിസിയോളജി തുടങ്ങുന്നു. പക്ഷേ ആ ഒരു ടൈം ടേബിൾ കറക്റ്റായിട്ട് ഒരു ആ ടൈം ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് നിങ്ങൾ 7 ദിവസവും ആഴ്ചയിൽ 7 ദിവസവും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്നാണോ ഒരു ദിവസം പഠിക്കാൻ മടി തോന്നുന്നത്, അതിപ്പോൾ ഒരു ബുധനാഴ്ചയായാലും വ്യാഴാഴ്ചയായാലും ഏത് ദിവസമാണോ മടി തോന്നുന്നത് അന്ന് നിങ്ങൾ പഠിക്കേണ്ട. ബാക്കിയുള്ള 6 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 1 മണിക്കൂർ വെച്ച് നിങ്ങൾ കൃത്യമായി 4 സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് നമുക്ക് പഠിക്കണം അടുത്ത വർഷത്തേക്ക് വേണ്ടത്. കാരണം നമ്മൾ ജസ്റ്റ് കുറച്ചെങ്കിലും റിവൈസ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് അത് നോക്കാൻ 1 ദിവസം. അങ്ങനെ
4 സബ്ജക്റ്റും ഫണ്ടമെന്റൽസ് സബ്ജക്റ്റും കൂടി ചേർത്ത് 5 ദിവസം. പിന്നെ ഇതിലേതെങ്കിലും പോർഷൻസ് നമുക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി 6ാമത്തെ ദിവസം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, അനാട്ടമിയുടെ ഒരു ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്റർ ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചു തീരുന്നു. അടുത്ത് നമ്മൾ ഫിസിയോളജി നോക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സോഷ്യോളജി നോക്കണമെന്ന് തോന്നുന്നു, സോഷ്യോളജിയുടെ ഒരു ചാപ്റ്റർ എടുക്കുന്നു, അടുത്തൊരു 3 ദിവസം കൊണ്ട് സോഷ്യോളജിയുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അനാട്ടമിയുടെ ഒരു ചാപ്റ്ററും സൈക്കോളജിയുടെ അല്ലെങ്കിൽ സോഷ്യോളജി ഏതെങ്കിലും ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് സിലബസിൽ മാർക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷന് വേണ്ടി ലെക്ചർ നോട്ട് വരെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. പിക്ചറൊക്കെ വരച്ച് അനാട്ടമി പഠിച്ച് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ്ലി എഴുതി പഠിച്ച് അല്ലേ, നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ്റെ നമ്മുടെ ഒരു ബുക്ക് ഉണ്ട്, അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ലെക്ചർ നോട്ട് എഴുതി സിലബസിൽ നമ്മളത് മാർക്ക് ചെയ്ത് കഴിയണം. അങ്ങനെ പഠിച്ചു പോകുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടാകും, എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഹെൽപ്പ് എന്നുള്ളത്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഞാനും എൻ്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന ചാനലും ലേൺ നഴ്സിംഗ് എന്ന ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് നോട്ട് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, കാരണം ബാക്കിയുള്ള സെമസ്റ്ററുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ 4th സെം 5th സെമ്മിലുള്ള കുട്ടികൾ ഒക്കെ കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും മാം, 3rd സെമ്മിലുള്ള കുട്ടികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 1st സെമ്മിലുള്ള കുട്ടികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കാരണം നിങ്ങളാണ് ആദ്യമായിട്ട് നഴ്സിംഗിലോട്ട് വന്നത്. ബാക്കിയുള്ളവർ അവർക്കറിയാം സ്വന്തമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്കത് അറിയത്തില്ല. സ്വന്തമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സിലബസിന് കൊടുക്കുന്നത്. സോ ഐ വിൽ ടേക്ക് ക്ലാസ്സസ് ഇഫ് യു വോണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരും. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ട് പഠിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് കണ്ട് പഠിക്കുക തന്നെ ചെയ്യണം. വെറുതെ ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു യൂസും ഇല്ലാതെ പോകരുത്. മറ്റുള്ളവർ യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകൾ എനിക്ക് ഒരുപാട് എടുത്ത് കൊടുക്കാനുണ്ട്. സോ ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ് ഐ വിൽ ടേക്ക് ക്ലാസ്. You can freely ask any doubts in the YouTube channel or else in the WhatsApp group also. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിലും നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസും കാണുമ്പോഴേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളൊന്ന് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്നുണ്ടാവും ഒരു ഡൗട്ട് ഉണ്ടാകും. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും രണ്ടും നിങ്ങൾ ഈ ഓൺലൈൻ സൈറ്റിൽ തന്നെ സെർച്ച് ചെയ്യുക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റിയിലും അവൈലബിൾ ആണ്. ഈ സെമസ്റ്റർ ബേസ്ഡിൻ്റെ അതുകൊണ്ട് മുന്നേയുള്ള ഇയർ ബേസിൻ്റെ ക്വസ്റ്റ്യൻസും ഫ്രീ ആയിട്ട് അതിനകത്ത് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഓരോന്നായിട്ട് ക്ലിയർ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഷെയർ ചെയ്ത് തരും. അത് വെച്ച് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മുന്നേയുള്ള എക്സാംസിന് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാം, സൈക്കോളജി നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ? ചെയ്യേണ്ടതുണ്ട്. സൈക്കോളജി നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമല്ലോ. കാരണം അത് ഒരുപാട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴെങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത്രയും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എന്തൊക്കെ മനസ്സിലാകുന്നു, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു അത് നിങ്ങൾ ചെറുതായിട്ട് കുറിച്ച് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്ത് പിന്നെ എക്സാമിന് അത് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ മാജിക്കൽ പവർ എന്നുള്ളവരല്ലല്ലോ. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ജസ്റ്റ് വായിച്ചു കഴിയുക, അല്ലെങ്കിൽ നമ്മൾ ബുക്കിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിയുക, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ വായിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ട് എക്സാം എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് അത്രയുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കും കാണത്തില്ല. അതുകൊണ്ട് പഠിക്കുന്ന പോർഷൻസ് ഓരോ പോർഷൻസും ചെറുതായിട്ട് പഠിച്ചു കഴിഞ്ഞാലും അത് ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ ഇനി മാം അനാട്ടമി ഫുൾ പോർഷൻസ് എടുത്തു തരും ഉറപ്പായിട്ടും ഞാൻ എടുത്തു തരും. എല്ലാ പോർഷൻസും ഞാൻ എടുത്തു തരുന്നതായിരിക്കും. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ നിർത്താം. മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കാം കേട്ടോ. മറ്റെന്തെങ്കിലും ഡൗട്ട്? ആക്ച്വലി ജി എൻ എമ്മിന് കുറച്ച് കുട്ടികൾ ചോദിക്കണം. 3-4 കുട്ടികൾ മാത്രമേ ചോദിച്ചു കേട്ടിട്ടുള്ളൂ. ജി എൻ എമ്മിന് എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ സമയമില്ല, സോറി.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്നത് ഈ പോർഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത്, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചുരുക്കി എഴുതാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ യൂട്യൂബിൻ്റെ വീഡിയോസ് എല്ലാം കേട്ട് പഠിക്കാം, കണ്ടു പഠിക്കാം. അതിന് ഷോർട്ടാക്കി എഴുതുക. നിങ്ങളും ഇതേ ടെക്സ്റ്റ് ബുക്കുകൾ, റോസ് ആൻഡ് വിൽസണും ശ്രീവാണിയും അല്ലെങ്കിൽ ക്ലെമൻറ്റും എല്ലാം സെയിം ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ എസ്സേസും ഒരുപാട് പേജ് കണക്കിന് എഴുതാനൊന്നുമില്ല. ചുരുക്കി നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അതുപോലെ സിലബസ് നോക്കിയാണോ ക്ലാസ് എടുക്കുന്നത്, അതോ ഫുൾ ടെക്സ്റ്റ് ആണോ? ഞാൻ സിലബസ് നോക്കിയാണ് ക്ലാസ് എടുക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് അല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. സിലബസ്, നിങ്ങളുടെ സിലബസ് ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നു, അതിലെ സിലബസിലെ കണ്ടന്റ് ഞാൻ ക്ലാസ് എടുത്തു. സെക്കൻഡ് ചാപ്റ്റർ എടുത്തു, അത് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണോ ഉള്ളത് അതിൽ നിന്ന് എടുത്ത് കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ഞാൻ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സിലബസ് അനുസരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ഫുൾ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട, അങ്ങനെയല്ല. ഓക്കെ മാം, സബ് ടോപ്പിക് എക്സേ ചോദിച്ചാൽ എങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതണം, അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. നിങ്ങൾ ഓരോ കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതിൽ ഓരോ ഹെഡിങ്സും ചെറിയ ചെറിയ ടോപ്പിക്. ഇപ്പോൾ റൈറ്റ് ഏട്രിയം ചോദിച്ചു. റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അപ്പർ റൈറ്റ് സൈഡിലുള്ള അപ്പർ ചാമ്പറാണ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് എന്താണ്, റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, റൈറ്റ് ഏട്രിയവും ലൈറ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതിലോട്ട് വരുന്ന ഏതൊക്കെ വെയിൻസ് ഉണ്ട്, അതുപോലെ വേറെ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ട്, അവിടെ നിന്ന് എപ്പോഴാണ് അവിടുത്തെ നമ്മുടെ എസ് എ നോഡിൻ്റെ കണ്ടക്റ്റീവ് ഫോഴ്സിൻ്റെ എസ് എ നോഡിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ലെയേഴ്സ്, മസിൽ ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ. ടഫാണ്, ഞാൻ ഒരിക്കലും പറയില്ല നഴ്സിംഗ് എളുപ്പമാണെന്ന്. വളരെ എളുപ്പമൊന്നുമല്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും കാണുന്നത്, ഇനി എന്താ വേണ്ടത്, ഇനി എന്തെങ്കിലും ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് എടുത്തിട്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് ബോറാകും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ എക്സാമിന് മുന്നേ നിങ്ങൾ ഈ രീതിക്ക് എല്ലാവരും പഠിക്കുമെന്നാണ് എൻ്റെ വിചാരം. ആദ്യം നിങ്ങളുടെ സിലബസ് പ്രിൻ്റ് എടുക്കുക, 4 സബ്ജക്ട്സിൻ്റെയും 5 സബ്ജക്ട്സിൻ്റെയും പ്രിൻ്റ് എടുക്കുക സിലബസ്. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കുകൾ അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റായിട്ട് ഒരു ദിവസം കുറേശ്ശെ പഠിച്ചു തുടങ്ങുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ കുട്ടികളും, എൻ്റെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോടെ നിങ്ങളെല്ലാവരും പാസ്സായി ഒരു സേയോ ഒന്നും സപ്ലിയോ ഒന്നുമില്ലാതെ എല്ലാവരും നന്നായിട്ട് പാസ്സാകാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങളെല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള വിശ്വാസതയോടെ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ. ബൈ.